അങ്ങനെ നമ്മളുടെ കോൾ ഓഫ് ഡ്യൂട്ടി വാർസോണും വാലറന്റ് മൊബൈൽ വെർഷൻ ഇറങ്ങാൻ പോകുന്നത്. കോൾ ഓഫ് ഡ്യൂട്ടി വാർസോണിന്റെ പ്രീ രജിസ്റ്ററിംഗ് ഓപ്ഷൻ പ്ലേ സ്റ്റോറിലൊക്കെ എത്തിയിട്ടുണ്ട്. പോയി ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി ചെയ്യടേ. എന്തായാലും ഗെയിമുകളൊക്കെ വരാണെങ്കിൽ പൊളന്ന് കളിക്കുക. അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 65,000 രൂപയ്ക്ക് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയ നല്ല പടയപ്പ പോലത്തെ ഒരു കിടിലം പി സിയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പി സി വേണമെങ്കിൽ ഭാവിയിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് അപ്ഗ്രേഡ് ഓപ്ഷൻസ് ഒക്കെ ഉള്ള ഒരു പി സി ആണ്. അപ്പം നമുക്ക് എന്തായാലും ഈ പി സിക്കകത്ത് ഉപയോഗിക്കാൻ പോകുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമ്മളോട് യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് AMDയുടെ Ryzen 5 5600X എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറാണ്. ഇത് 6 കോർ 12 ത്രെഡ് ഒക്കെ വരുന്ന ഒരു പ്രൊസസ്സറാണ്. ഇത് കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രൊസസ്സറാണ്. ഒരു മിഡ് റേഞ്ച് ബഡ്ജറ്റിലൊക്കെ വരുന്ന നല്ലൊരു പ്രൊസസ്സറാണ്. അപ്പോൾ ഈ ഒരു പ്രൊസസ്സർ ഇപ്പോൾ ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് വില കൂടിയിട്ടുണ്ട്. നേരത്തെ 16,000 രൂപയിലൊക്കെ വന്ന് നിന്നതാണ്. ഇപ്പോൾ വീണ്ടും 17,500 ആ റേഞ്ചിലൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രൊസസ്സർ നമ്മൾ ഒരുപാടൊക്കെ ഇരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ പഴുക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്തായാലും നമുക്ക് ഇതിനകത്തൊരു എയർ കൂളർ വയ്ക്കുന്നത് നല്ലൊരു കാര്യമാണ്. കൂളർ മാസ്റ്ററിന്റെ ഹൈപ്പർ T20 എന്ന് പറയുന്ന ഒരു അത്യാവശ്യം കുറഞ്ഞ ചിലവിലൊക്കെ വരുന്ന നല്ല കൂളിംഗ് തരുന്ന ഒരു എയർ കൂളറാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അടുത്ത നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന മദർ ബോർഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല VRAM ഒക്കെ ഉള്ള ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും വരാതെ, അതായത് വലിയ പ്രൊസസ്സർ വെച്ചാലും വലിയ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒക്കെ വരാതെ നല്ല ഒരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു മദർ ബോർഡാണ്. MSIയുടെ Pro VDH Wi-Fi എന്ന് പറയുന്ന ഒരു മദർ ബോർഡ്. നമുക്ക് ഇതിനകത്ത് 4 RAM സ്ലോട്ട് വരുന്നുണ്ട്, Wi-Fi വരുന്നുണ്ട്, അതുപോലെ തന്നെ 2 M.2 NVMe സ്ലോട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ തന്നെ RGB ഫ്യൂഷൻ സപ്പോർട്ട് അങ്ങനെ എല്ലാം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന നല്ല പൊളപ്പൻ മദർ ബോർഡാണ്. അപ്പോൾ അടുത്ത് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരുപാട് പൈസ ചിലവുകളൊന്നും ഇല്ലാതെ നല്ലൊരു റാം എന്ന് പറയുന്നത് പാട്രിയോട്ടിൻ്റെ വൈപ്പർ സ്റ്റീൽ സീരീസ് വരുന്ന ഒരു മദർ ബോർഡാണ്. അപ്പോൾ ഇതൊരു 8 GB 3200 MHz വരുന്ന 2 8 GB സ്റ്റിക്ക് നമുക്ക് ഉപയോഗിച്ചേ പറ്റുള്ളൂ. മൊത്തം 16 GB ആണ്. അപ്പം ഇത്രയെങ്കിലും നമുക്ക് റാം എന്തായാലും വേണം. അപ്പോൾ മിനിമം 16 GB എന്തായാലും വേണം. അപ്പോൾ അടുത്തതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന സ്റ്റോറേജ് എന്ന് പറയുന്നത് WD Green SN350 എന്ന് പറയുന്ന ഒരു സ്റ്റോറേജാണ്. അപ്പോൾ 512 GB സ്റ്റോറേജ് തൽക്കാലം നമുക്ക് ഈ ഒരു 65,000 രൂപയുടെ ബഡ്ജറ്റ് ഒക്കത്തുള്ളൂ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല റീഡ് ആൻഡ് റൈറ്റ് സ്പീഡൊക്കെ ഉള്ളൊരു M.2 NVMe ആണ്. നമുക്കൊരു 3000 to 2100 ആ റേഞ്ചിലൊക്കെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് 500 മതിയാവും. ഏകദേശം 2 ഗെയിമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വാലറന്റും അതുപോലെ തന്നെ GTA 5 ഒക്കെ ഇടണമെങ്കിലും ഈ ഒരു സ്റ്റോറേജ് തന്നെയൊക്കെ ഒക്കും. പിന്നെ ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന പവർ സപ്ലൈ എന്ന് പറയുന്നത് ഒരു 550 വാട്ടിൻ്റെ 80+ ബ്രോൺസ് പവർ സപ്ലൈ ആണ്. അപ്പോൾ നമുക്ക് 550 മതിയാവും. അപ്ഗ്രേഡ് ചെയ്യുന്നെങ്കിലുമൊക്കെ 550-ൻ്റെയൊക്കെ ആവശ്യമൊക്കെ വരത്തുള്ളൂ. അപ്പോൾ 550-ൻ്റെ 80+ ബ്രോൺസ് പവർ സപ്ലൈ ആണ് ഉപയോഗിക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് ഗെയിം കളിച്ച് മറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. അത് വേറെ ഒന്നുമല്ല, നമ്മളുടെ ഗ്രാഫിക്സ് കാർഡാണ്. അപ്പം NVIDIയുടെ GTX 1650 4GB DDR6 ഗ്രാഫിക്സ് കാർഡാണ്. DDR5 എടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല. GTX 1650യുടെ ഗ്രാഫിക്സ് കാർഡേ നമുക്കിവിടെ എടുക്കാൻ ഒക്കത്തുള്ളൂ ഈ ഒരു ബഡ്ജറ്റിൽ. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം 60+ FPS ഒക്കെ കിട്ടുന്നതായിരിക്കും. നമുക്ക് ഗെയിം ചെയ്യാനും സ്ട്രീം ചെയ്യാനും അത്യാവശ്യം 4K എഡിറ്റ് ചെയ്യണമെങ്കിലും എഡിറ്റ് ചെയ്യാം. വലിയ ലാഗൊന്നും വരാനൊന്നും പോകുന്നില്ല. പക്ഷേ 1080p 60 frames per second നല്ല പടക്കൂതിര കണക്ക് ഓടും ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് വെച്ച് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഗെയിം സ്ട്രീം ചെയ്യാനും ഈ ഗ്രാഫിക്സ് കാർഡൊക്കെ മതിയുടെ. നമുക്ക് റോൾ പ്ലേ കളിക്കാനും അത്യാവശ്യം നല്ലൊരു ഗ്രാഫിക്സ് കാർഡ് തന്നെയാണത്. PC ഇതെല്ലാം അടിച്ചുകൂട്ടി വെക്കാൻ വേണ്ട ഒരു ക്യാബിനറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആൻറ്റി സ്പോർട്സിൻ്റെ ICE 110 എന്ന് പറയുന്ന ഒരു ക്യാബിനറ്റ് ഉപയോഗിക്കാം. അത്യാവശ്യം നമുക്ക് ഇതിനകത്ത് 3 ഫാൻ തന്നെ അവന്മാർ ഫ്രണ്ടിലിട്ട് തരുന്നുണ്ട്. പിന്നെ ഒരു ഫാൻ റെയർ ഫാനും വരുന്നുണ്ട്. ഈ 3 ഫാനും RGB ഒക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം മുതലായ ഒരു ക്യാബിനറ്റാണ്. കാര്യം ഇതിനകത്ത് RGB ഫാനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം എയർ ഫ്ലോ ഒക്കെ കിട്ടും. പിന്നെ PSU ഷ്രൗഡും അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു ക്യാബിനറ്റ് തന്നെയാണത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റിയ മോണിറ്റർ എന്ന് പറയുന്നത് ഇപ്പം Acerൻ്റെ ഒരു മോണിറ്റർ വന്നിട്ടുണ്ട്. Acerൻ്റെ കർവ് മോണിറ്ററാണ് 24 ഇഞ്ചിൻ്റെ. ഏകദേശം 8000 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റിയ 75 Hz റീഫ്രഷ് റേറ്റ് ഒക്കെ വരുന്ന VA പാനലുള്ള ഒരു കർവ് മോണിറ്ററാണ്. അത്യാവശ്യം റെസ്പോൺസ് റേറ്റ് ഒക്കെ ഉള്ള ഒരു കിടില മോണിറ്ററാണ്. നമുക്ക് ഗെയിമിങ്ങിന് അതുപോലെ തന്നെ എഡിറ്റിങ്ങിനും ഡെയിലി യൂസേജിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഈ ഒരു വിലയ്ക്ക് എനിക്ക് തോന്നുന്നു 24 ഇഞ്ചിൻ്റെ കർവ് മോണിറ്റർ വേറെ ഒരു സാധനവും കാണത്തില്ല. അപ്പോൾ ഇതൊരു അത്യാവശ്യം നല്ലൊരു പൊളപ്പൻ മോണിറ്റർ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന കീബോർഡും മൗസ് എന്ന് പറയുന്നത് നമുക്കൊരു ആൻറ്റി സ്പോർട്സിൻ്റെ KM500 എന്ന് പറയുന്ന സീരീസിൽ വരുന്ന കീബോർഡ് ആൻഡ് മൗസ് കോംബോ രണ്ടും കൂടെ ഒത്തു വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു കീബോർഡ് ആൻഡ് മൗസ് ആണ്. പിന്നെ ഈ ഒരു ആൻറ്റി സ്പോർട്സിൻ്റെ ഹെഡ്സെറ്റും അത്യാവശ്യം നല്ല കംഫർട്ടൊക്കെ ഉള്ള ഹെഡ്ഫോൺ തന്നെയാണ്. ഗെയിമിങ്ങിന് ഉപയോഗിക്കാൻ ഫുഡ് സ്റ്റെപ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ കേൾക്കും. പിന്നെ ഒരുപാട് സിനിമ കാണാനൊന്നും അത്യാവശ്യം നല്ല ഹെഡ്സെറ്റ് അല്ല, പക്ഷേ ഗെയിമിങ്ങിന് പറ്റിയ നല്ലൊരു ഹെഡ്സെറ്റ് തന്നെയാണത്. അപ്പോൾ ഭാവിയിൽ നമുക്ക് ഈ ഒരു PC പഴയ പണക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നതേ. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മദർ ബോർഡ്
ബോർഡ് ചേഞ്ച് ചെയ്യാതെ തന്നെ നമുക്ക് ഇതിനകത്ത് പ്രൊസസ്സർ അപ്ഗ്രേഡ് ചെയ്യാം. അതായത് AMD Ryzen 7 5700X പ്രൊസസ്സർ വയ്ക്കാം. അതൊരു 8 കോർ 16 ത്രെഡ് പ്രൊസസ്സറാണ്. അത് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് ചേഞ്ച് ചെയ്ത് വയ്ക്കാം. പിന്നെ 2 റാം സ്ലോട്ടൂടെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 2 8GB 3200 MHz റാമോട് വയ്ക്കാം. അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 32GB റാമൊക്കെ വരും. അപ്പോൾ അത്യാവശ്യം റാമിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനം ഇത്രയൊക്കെ മതിയാവും. പിന്നെ നമുക്ക് സ്റ്റോറേജ് വേണമെങ്കിൽ വീണ്ടും ഒരു 1TBയുടെ M.2 NVMe വയ്ക്കാം. അല്ലെങ്കിൽ നോർമൽ ഹാർഡ് ഡിസ്കോ അല്ലെങ്കിൽ നോർമൽ SSDയോ അങ്ങനെ ഏത് വേണോ വയ്ക്കാനേ ഉള്ളൂ. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഗെയിമൊക്കെ കളിച്ച് മറിയാനായിട്ട് വേണ്ടത് ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ ഗ്രാഫിക്സ് കാർഡ് വേണമെങ്കിൽ നമുക്ക് RTX 3060യുടെ 12GB ഗ്രാഫിക്സ് കാർഡിലോട്ട് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഒരു കിടിലം അപ്ഗ്രേഡൊക്കെ നമുക്ക് ഭാവിയിൽ ഈ ഒരു PCക്കകത്ത് ചെയ്ത് മറിക്കാന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു റൈസൺ ബിൽഡായിരിക്കും ഒരു 65,000 രൂപയുടെ ബഡ്ജറ്റിൽ ഫ്യൂച്ചർ അപ്ഗ്രേഡബിലിറ്റി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മുതലായ ഒരു സാധനം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളത്. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം. അതുവരത്തേക്കും